വരുവാനും തുറമുഖത്തേക്ക് പോകാനും തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചാൽ കർത്താവിന്റെ കരുണയ്ക്ക് ദൈവത്തിന്റെ വാഴ്ത്തുന്നു, സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം സൂമിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദിനംതോറും ദൈവം നമ്മളെ കരുതുന്നോടെ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ അതിൽ നിന്ന് നമ്മളതിനെ ഉപയോഗിക്കുന്നത് മാത്രമാണ് പലരും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മളതിനു വേണ്ടി കൂടുതൽ അതിനെയും തരണേ നല്ല മറിച്ച് തന്നിരിക്കുന്നതിൽ നിന്ന് അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദിവസങ്ങളിൽ ആ ഒരു ബോധ്യത്തോടെ നമുക്കത് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ ചാപ്റ്റർ 11 വേഴ്സ് 24. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-24 വാക്യം. ഓക്കെ. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. സ്തോത്രം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായം വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ബർന്നബാസ് എന്ന് പറയും. ഈ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത് വാക്യം. സ്തോത്രം. നമ്മളതിന്റെ ആദ്യഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്തെഫാനോസിന്റെ മരണത്തോടുകൂടി ചെറിപ്പോയ യഹൂദന്മാരും പല നാടുകളിലും സഞ്ചരിച്ച് കർത്താവിനെ കുറിച്ച് പറയുകയും അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ യെരൂശലേമിലെ സഭ സന്തോഷിച്ചു. അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി അവിടേക്ക് അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബർന്നബാസ് എന്ന് പറഞ്ഞാൽ. മറ്റു വാക്കി പറഞ്ഞാൽ ബർന്നബാസ് എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ഒന്നാം മിഷണറി യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കുകയും അതിനുശേഷം പിന്നീട് വഴക്കുണ്ടായി വേർപിരിഞ്ഞു പോയ ബർന്നബാസിനെ കുറിച്ച് ഇവിടെ പറയുന്നു. സ്തോത്രം. എന്റെ വിഷയം അതല്ല. ഈ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ബർന്നബാസിനെ കുറിച്ച്. നമുക്ക് വേറൊരു വേർഷൻ വായിച്ചു നോക്കാം. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ബർന്നബാസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എന്റെ വാക്യം 24 വാക്യം. ബർന്നബാസ് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നല്ല മനുഷ്യൻ. എങ്ങനെയാണ് നല്ല മനുഷ്യനായത് ബർന്നബാസ്? അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനും വിശ്വാസത്താലും നിറഞ്ഞത് കൊണ്ട് നല്ല മനുഷ്യൻ. നമ്മുടെ നോർമൽ ബൈബിളിൽ നല്ല മനുഷ്യനും പിന്നീട് ബാക്കി താഴെ പറയുന്നത്. പക്ഷെ അതിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷനിൽ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നല്ല മനുഷ്യൻ നമ്മളെ കുറിച്ച് കരുതും. ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ എന്നെ കുറിച്ച് കരുതും, ഞാനൊരു നല്ല വ്യക്തിയാണല്ലോ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും ഞാനൊരു നല്ല വ്യക്തിയാണല്ലോ. നമ്മുടെ എല്ലാം ചിന്ത നമ്മൾ നല്ലതാണെന്നാണ്. നമുക്കൊരിക്കലും നമ്മൾ മോശക്കാരല്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മോശക്കാരായി തോന്നിയേക്കാം. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് നല്ലവനാ. ബിക്കോസ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്റെ ചിന്തകളൊക്കെ എപ്പോഴും നല്ലതാണ്. എന്നെ കുറിച്ചുള്ള എന്റെ ചിന്ത അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഞാൻ നല്ലവനെ. ഞാനൊരു മോശക്കാരനെ വ്യക്തിയല്ല. സ്തോത്രം. പക്ഷെ നമ്മൾ വചനം പഠിക്കുമ്പോൾ അങ്ങനെ അതിനെ നമ്മൾ നല്ലതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് യേശു കർത്താവിനോട് പറഞ്ഞു, നല്ല ഗുരു. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, നല്ലവനാരാ? നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് താൻ ദൈവമാണെന്ന് യേശു കർത്താവ് അവിടെ സ്ഥാപിക്കുക അതിലൂടെ ചെയ്തത്. ഒരിക്കലും യേശു കർത്താവ് മോശക്കാരാണെന്ന് പറഞ്ഞതല്ല. താൻ നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാ, ഞാൻ നല്ലവനായത് ദൈവമാണ്, അതുകൊണ്ടാണ് നല്ലവനായത്. പലപ്പോഴും മനുഷ്യനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഓക്കെ, അതിന്റെ വിഷയമല്ല. അപ്പോ ഇതാണ് പറയുന്നത്, നല്ലവൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നല്ലവനായി മാറുന്നത്? വചനം പറയുന്നത് പരിശുദ്ധാത്മാവിന് വിശ്വാസത്താലും നിറഞ്ഞ ഒരു മനുഷ്യനാണ് നല്ലവനായി മാറുന്നത്. ഇപ്പൊ നമ്മുടെ നോർമൽ പ്രകൃതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആരും നല്ലവരല്ല. ക്രിസ്തു നമ്മളിൽ നിറയാതെ നമ്മൾ നല്ലവരാകുന്നില്ല. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു സ്വപ്നം കണ്ടു. ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു കട കണ്ടു. കടയിൽ ആ ഒരു കടക്കാരന് ദൂതന്മാരാ ആ സാധനം വിൽക്കുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ആ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ ദൂതന്മാർ ഇങ്ങനെ ഓരോന്നും വിറ്റുകൊണ്ടേയിരിക്കുന്നു. അപ്പം അദ്ദേഹം എന്തൊക്കെ വാങ്ങാൻ കിട്ടും? ദൂതൻ പറഞ്ഞു എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ ലോകത്ത് നന്മയുണ്ടാകണം, കഷ്ടപ്പെടുന്ന ജനങ്ങൾ കഷ്ടത മാറി സ്വസ്ഥമായി ജീവിക്കണം, എല്ലാവരും ദൈവത്തെ അറിയണം, കഷ്ടതയും ഒന്നും വേണ്ട ഈ ലോകത്തിൽ എന്ന് പറഞ്ഞപ്പോ അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ ദൂതൻ പറഞ്ഞു, അത് കിട്ടത്തില്ല ഇവിടെ, അതിന്റെ വിത്തുകൾ ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞു. ആ വിത്തുകൾ നിങ്ങളാണ് അതിന്റെ ഫലത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഫലം കിട്ടത്തില്ല, വിത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. സ്തോത്രം. ഈ വിത്ത് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ദൈവജനം എന്ന് പറയുന്നത്. നമുക്കൊന്ന് വിത്തുകളാണ് ഈ ദൈവജനം എന്ന് പറയുന്നത്. ഈ വിത്തുകൾ നമ്മളിലേക്ക് എടുത്തിട്ടിട്ട് നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മളോട് പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോഴാണ് ഈ വിത്തുകൾ ഫലമായി മാറുന്നത്. സ്തോത്രം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താലും നിറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ വിത്തുകളെ ഫലമാക്കി മാറ്റാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ
ഒരു പ്രവൃത്തി നമ്മൾ ഉണ്ടാകുമ്പോഴാണ്, അങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ലവരെന്ന് വിളിക്കപ്പെടുന്നത്. നമ്മളെ നല്ലവരെന്ന് വിളിക്കേണ്ടത് ദൈവമാണ്. നമ്മൾ നമ്മളെ കുറിച്ചല്ല നല്ലവരെന്ന് പറയുന്നത്, നാട്ടുകാരല്ല. നാട്ടുകാർ പറയും നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്ന ആൾ നല്ല ബിജു നല്ല മനുഷ്യനാ, അല്ലെങ്കിൽ ഉണ്ണി നല്ല പ്രവൃത്തി ചെയ്ത് പറയും ബിജു നല്ല മനുഷ്യനാ. പക്ഷെ നെക്സ്റ്റ് ഡേ എന്തെങ്കിലും മോശം നമ്മൾ ഉണ്ടായാൽ പറയും അവൻ നല്ലവനൊക്കെ ആയിരുന്നു, പക്ഷെ വെറും മോശപ്പെട്ടവൻ, അവന്റെ അഭിനയമായിരുന്നു പറയും. അതാണ് മനുഷ്യൻ, അതാണ് ലോകം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ ദൈവം നല്ലവനെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നല്ലവനെന്ന് തന്നെ ദൈവം പറയും. ബിക്കോസ് ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം നമ്മളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നല്ലവനെന്ന് പറയും. സ്തോത്രം. കാരണം ക്രൂശിക്കിടന്ന കള്ളനെ അവൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് പറയുന്നത്, നീ എന്നോട് ഇന്ന് പതച്ചിരിക്കുന്നു പറയുന്നത്. സി, കള്ളൻ അവിടെ ഒരിക്കലും യേശുവിനോട് ക്ഷമ ചോദിച്ചില്ല. യേശുവെ എന്നെ കൂടെ ഓർക്കണമെന്നേ പറഞ്ഞു. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ആ കാര്യം? അവിടെ ക്ഷമ ചോദിച്ചിട്ടില്ല കള്ളൻ, എന്റെ പാവങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്റെ ഞാൻ നീ താഴ്ത്തം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്കേ ഉള്ളൂ. വേദോത്സവത്തിൽ ഒറ്റ സേന മാത്രം വന്നിട്ട് മാസ് കാണിച്ച്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോയ ഒരു മനുഷ്യനായി കള്ളെന്ന് പറഞ്ഞു. യേശുവിന്റെ കൂടെ കിടന്ന ഒരു കള്ളെന്ന് പറഞ്ഞാൽ സ്തോത്രം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ലവരെന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളുള്ള പരിശുദ്ധാത്മാവിനാലാണ്, നമ്മളുള്ള വിശ്വാസത്താലാണ്. ഇതെങ്ങനെ നമുക്ക് ഇത് കിട്ടുക എന്നുള്ളത് പരിശുദ്ധാത്മ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യുക. നമ്മളുള്ള വിത്തുകൾ, അതായത് വചനമാകുന്ന വിത്തുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നിട്ടുണ്ട്. ആ വിത്തുകൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക, അതിനെ വളരുവാൻ, ഫലമായി മാറാൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ നല്ലവരായി മാറും. ഒരിക്കലും നമ്മുടെ പ്രയത്നത്താലോ നമ്മൾ മനുഷ്യൻ പറഞ്ഞത് കൊണ്ടോ നമ്മൾ സ്വയമായി ഭാവിച്ചുകൊണ്ട് നല്ലവരായി മാറുകയില്ല. വചനം പറയുന്നു അവൻ നല്ലവനായിരുന്നു, ബർന്നബാസ് നല്ലവനായിരുന്നു. എങ്ങനെയാ? വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞതുകൊണ്ട് നല്ലവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് റിസൾട്ട് നമ്മൾ താഴെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അനേകം പേർ കർത്താവിനോട് ചേർന്നു. ബർന്നബാസിനോട് ചേർന്നല്ല പറയുന്നത്, കർത്താവിനോട് ചേർന്ന പറയുന്നത്. നമ്മൾ നല്ലവരായി മാറുമ്പോൾ ജനം എങ്ങോട്ടാ? സാധാരണ ആൾക്കാരുടെ കൂടെ ഒരുപാട് ജനം ചേരാറുണ്ട് ലോകത്ത് നല്ലവരുടെ കൂടെ. പക്ഷെ ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്ന നന്മ, നല്ല മനുഷ്യനായി മാറുമ്പോൾ ജനം ചേരുന്നത് കർത്താവിനോടുകൂടിയാ, നമ്മളുടെ കൂടെ അല്ല. വ്യത്യാസം അതാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ വചനം പറയുന്ന പോലെ നല്ലവരായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ അനേകർ കർത്താവിനോട് ചേരാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും അങ്ങനെ നല്ലവരായി മാറുകയും അതിലൂടെ ക്രിസ്തുവിനെ അറിയുകയും ചെയ്യാനിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആഗ്രഹം ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കും അതുപോലെ ഭാഷ സമയത്ത് നമ്മളെ സഹായിക്കുമാറാകട്ടെ. God bless you.